വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? എല്ലാ കൂട്ടുകാരും കൊടയും ബാഗും ഒക്കെ വാങ്ങുന്ന തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ആശുട്ടനും ഗൗരിക്കുട്ടിക്കും വെക്കേഷൻ്റെ ചൂടൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോഴാണ് ബാഗിൻ്റെ കാര്യം ഓർത്തത്. ഇപ്രാവശ്യം ഏതായാലും പുതിയ ബാഗ് വാങ്ങുന്നില്ല എന്ന് അന്നേ പ്രോമിസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പഴയ ബാഗിന് ഒന്നും പറ്റിയിട്ടില്ല, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒന്ന് മിനുക്കി എടുക്കണമല്ലോ. അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ പിള്ളേർ ബാഗൊക്കെ പൊടി തട്ടി എടുക്കുന്നുണ്ട്. ഗൗരിക്കുട്ടി ഇതാ ബാഗൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗിൻ്റെ മുൻവശത്തൊക്കെ നല്ല അഴുക്കുണ്ട്. മഷി പുരണ്ടതായാലും അല്ലാത്തതായിട്ടൊക്കെ അഴുക്കുണ്ട്. പക്ഷെ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല എന്ന് തോന്നുന്നു. ബാഗ് പിടിക്കുന്ന ഈ സ്ഥലത്തും അതുപോലെ പുറകിലൊക്കെ നല്ല അഴുക്ക് കാണുന്നുണ്ട്. ഫൈനൽ റിസൾട്ട് എന്താവുന്നൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ പിള്ളേർ സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ പരിപാടി തുടങ്ങിയാലോ? ആശുട്ടൻ ബക്കറ്റൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ബാഗ് ഒന്ന് പൊതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു അടിപൊളി ക്ലീനിങ് വീഡിയോ തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയിട്ട് ബാഗ് ഉരച്ച് തേച്ച് കഴുകാനായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തുള്ളത് ക്ലോസപ്പിൻ്റെ വേസ്റ്റ് ആയതുകൊണ്ട് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഡിഷ് വാഷും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് തൽക്കാലം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു തരം അഡ്ജസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ബാഗ് അങ്ങോട്ട് വെട്ടിത്തിളങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഇനി നമ്മൾ പോവാണ് നേരെ നമ്മുടെ അലക്കുകല്ലിലേക്ക്. അപ്പം ഇനി പരിപാടി തുടങ്ങാം. എന്നെക്കാളും ഡബിൾ സ്ട്രോങ്ങിൽ പിള്ളേർ കൂടെ തന്നെയുണ്ട്. പിന്നീട് ഒരേ ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് അത് അവസാനം നമ്മുടെ ബാഗ് ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മുടെ ബാഗിന് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് അഴുക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അത് പിടിക്കുന്ന ഭാഗത്തും അതുപോലെ മുന്നിലെ ഭാഗത്തൊക്കെ മഷിയൊക്കെ പുരണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാക്സിമം പോയിട്ടുണ്ട്. ബാഗ് നല്ല വൃത്തിയായിട്ടുണ്ട്. നമുക്കിനി ഏതായാലും ഒന്ന് ഉണങ്ങാനിടാം. അപ്പോൾ പിള്ളേർ മത്സരിച്ച് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് കണ്ടപ്പോൾ രണ്ടാക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പോൾ അതാ ബാഗ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റ് വെച്ച് തേച്ചോണ്ടാണോ അല്ല ബ്രഷ് ഇട്ട് ഉരച്ച് തേച്ചോണ്ടാണോ എന്നറിയില്ല, ബാഗൊക്കെ എന്തായാലും വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെ നമ്മളും പണ്ട് ബാഗ് എടുക്കാറുണ്ടായിരുന്നില്ലേ 2-3 കൊല്ലങ്ങളൊക്കെ. ഇപ്പോഴും അങ്ങനെയൊക്കെ എടുക്കുന്നവരും ഉണ്ടാവും അല്ലേ. നല്ലൊരു സാധനം ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ പിന്നെ എന്തിനാ നമുക്ക് വേറൊന്ന്. അപ്പോൾ ഇത്തവണ ഒരു വാശിയില്ലാതെ ഇതേ ബാഗ് തന്നെ മതിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.